ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മൾ ഈദിൻ്റെ പിറ്റേ ദിവസം മൂന്നാർ ട്രിപ്പ് പോയതിൻ്റെ ഒരു വ്ളോഗും കാര്യങ്ങളാണ് കേട്ടോ. ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ നൈറ്റ് ആയിരുന്നു. പക്ഷെ ഒരുപാട് നേരമായപ്പോഴത്തേക്കും നമ്മൾ അടിമാലി എത്തിയിട്ട് ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ മുതലുള്ള വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നെയ് റോസ്റ്റാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ് റോസ്റ്റ്, അതുകൊണ്ട് പിന്നെ അത് തന്നെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെയാണെങ്കിൽ ഞാൻ ലൈഫിൽ ഇതുവരെ കുറേ സ്ഥലത്ത് നെയ് റോസ്റ്റും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഈ ഒരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ ഇതിന് മെഹന്തി ഇട്ടൊക്കെ കാണിച്ചു തരണം, എന്താണെന്നറിയില്ല, ആ ഒരു നടുഭാഗത്ത് മാത്രം കളർ വന്നില്ലേന്നു, ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നെയ് റോസ്റ്റ് വന്നിട്ട് ഫസ്റ്റത്തെ ബൈറ്റ് എടുത്തപ്പോൾ തന്നെ എൻ്റെ പൊന്നു നല്ല മുരുമുരുത്ത ദോശ. പക്ഷെ എനിക്ക് ആകെ ഒരു വിഷമം ഉണ്ടായിന് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മലപ്പുറത്തൊക്കെ ഒരു റെഡ് കളർ ചട്നി കിട്ടുമല്ലോ ദോശൻ്റെ കൂടെയൊക്കെ, അത് ഇതിൻ്റെ കൂടെ ഇല്ലായിരുന്നു കേട്ടോ. അതൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് ചായയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ദോശൻ്റെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ പിന്നെയും രണ്ടാമത് ഒന്നുകൂടെ ഓർഡർ ചെയ്തിട്ട് 50-50 ആക്കിയിട്ട് ഒന്നുകൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒന്ന് ഫുള്ള് പിന്നെ പോകില്ല എന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് പകുതിയാക്കി കഴിച്ചു കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ചെയ്യുന്നു, പാത്രം കണ്ടാൽ തന്നെ അറിയാലോ. അങ്ങനെ പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോണ വഴിക്ക് ഭയങ്കര ദാഹമായപ്പോൾ ഒരു കടയിലും കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല അടിപൊളി മോരുവെള്ളം കിട്ടുന്ന സ്പോട്ട് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് നല്ല മോരുവെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ ഏകദേശം മൂന്നാർ എത്താനായിട്ടുണ്ടായിരുന്നു. എന്തോ നേര്യമംഗലൊക്കെ എത്തിയപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒരു കടയിൽ നിർത്തിയിട്ട് ഇക്കൊരു നെല്ലിക്ക കാന്താരി ഞാനൊരു സോഡ സർബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ആ ഒരു നെല്ലിക്ക കാന്താരിയാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം, ഒരു സിപ്പ് എടുക്കാനായിച്ചുള്ളൂ, അപ്പോൾ തന്നെ ഈ ഓർഡർ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളാണെങ്കിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വണ്ടിമേൽ തന്നെയാണ്, സ്കൂട്ടിമേലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ടായിരുന്നു. എന്ത് രസമല്ല അവിടെ കാണാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അത് കുറേ നേരം ആസ്വദിച്ചിങ്ങനെ നിന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു റിസോർട്ട് എടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രക്കും ടയേർഡായിരുന്നു. കാരണം സ്കൂട്ടിമേലൊക്കെ പോയാൽ അറിയാലോ, ബാക്ക് ഇങ്ങോട്ട് പോവും ഗൈസ്, അത്രക്കും അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ രസമാണ്, കപ്പിൾസായിട്ടൊക്കെ പോകുമ്പോൾ ബൈക്ക് പോലെയൊക്കെ പോകുമ്പോൾ നല്ലൊരു രസമാണ്. അങ്ങനെ ഞങ്ങൾ റിസോർട്ട് കിട്ടാനാണെങ്കിലും കുറേ തപ്പേണ്ടി വന്നു കേട്ടോ. നമുക്ക് ഒക്കണ ഒരു ബഡ്ജറ്റിന് വേണ്ടിയിട്ടുള്ള കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഈ റിസോർട്ടിൻ്റെ താഴെ അവരുടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തൊരു 8 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പ് റൂമിൽ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി വെച്ചിട്ടോ. കാരണം ആ ഒരു ഭാഗത്തുള്ള കടകളൊക്കെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അടക്കും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫുഡും കൊണ്ട് അവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാതെ നേരെ മുകൾക്ക് നമ്മുടെ റൂമൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്കൊരു വെജ് നൂഡിൽസും ഞാനൊരു ചിക്കൻ ബിരിയാണിയും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇക്കാക്കൊരു ഓംലേറ്റും കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ചിക്കൻ ബിരിയാണി നല്ല അത്യാവശ്യം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വെജ് നൂഡിൽസ് തീരെ ഇഷ്ടമായിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു സോയാ സോസിൻ്റെ ഒരു കുത്തലൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ബിരിയാണീൻ്റെ ഒപ്പം തൈരും അച്ചാറൊന്നും കിട്ടിയില്ലായിരുന്നു, അത് മോശമായി. എന്നാലും ഞാൻ മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് മൂന്നാർ എത്തണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നല്ല ടയേർഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് പിറ്റേ ദിവസത്തെ ഒരു വ്യൂ ആണ്. ഇങ്ങനെ വിൻഡോസ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ റിസോർട്ടിൽ കുറേ റൂമുണ്ടായിരുന്നു. പല ബഡ്ജറ്റിൻ്റെ റൂമുണ്ട്. അതായത് വ്യൂ കുറവാണെങ്കിൽ റേറ്റ് കുറവേക്കാരം, വ്യൂ കൂടുന്നതിനനുസരിച്ച് നമുക്ക് റൂമിൻ്റെ റേറ്റും കൂടും കേട്ടോ. അങ്ങനെ ആ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. ഫുൾ കോടയൊക്കെ മൂടിയിട്ട് ഒരു എന്താ പറയുക, നമ്മൾ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇതേപോലെ. കാരണം ഞാൻ ഇത്ര ലോങ് ട്രിപ്പൊന്നും വേറെ എങ്ങനെ വന്നിട്ടൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കുറേ നേരം നോക്കി നിന്നിട്ട് പിന്നെ റിസോർട്ട് എടുത്തപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അതിൽ ഉൾപ്പെട്ടതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഔട്ട്ഫിറ്റാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് പറയണേ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിൻ്റെ കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 2-3-4 ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഞാനാണെങ്കിൽ ദോശയും ചട്നിയും സാമ്പാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസോർട്ട് ബുക്ക് ചെയ്തതിൻ്റെ കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചിട്ട് അത്രയ്ക്ക് മോശമൊന്നുമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എനിക്കൊരു മധുരം കഴിക്കണം പൂതിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ പോയിട്ട് കുറച്ച് മിഠായിയൊക്കെ മേടിച്ചിട്ട് ആ വിൻഡോൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്ന് തിന്നേന്നു കേട്ടോ പണി. പിന്നെ നമുക്കൊരു പ്രമോഷൻ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, അതും പിന്നെ അവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലേനു. പിന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് അത്യാവശ്യം കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് മൂന്നാർ വന്നു കഴിഞ്ഞാൽ കുറേ ഫോട്ടോസ് എടുക്കുക, അങ്ങനെയൊക്കെ കുറേ വ്യൂ, ക്ലൈമറ്റ് അതൊക്കെ തന്നെ കാര്യമായിട്ടുള്ളൂ. പിന്നെ പോണ വഴിക്ക് നമുക്ക് ഈ കോഴിക്കോട് ബീച്ചിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ വില കുറവിന് കുറേ കടകൾ, ഇതേപോലത്തെ കടകളുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് നമ്മൾ എൻ്റെ സിസ്റ്ററിനും കസിൻ സിസ്റ്ററിനൊക്കെ കുറച്ച് ഐറ്റംസ്, എനിക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് മഴ നമ്മളെ ചതിച്ച് കഴിച്ചു. അപ്പോൾ കയറി നിൽക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളൊരു കടയിൽ കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ചായ കഴിയുമ്പോഴത്തേനും മഴ പോവണേന്നായിരുന്നു കേട്ടോ പ്രാർത്ഥിച്ചുകൊണ്ട് നീന്ത്. അപ്പോൾ ഞാനൊരു ചായയും ഓംലേറ്റും പിന്നെ മാഗി മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രധാന ഒരു ഫുഡാണ് കേട്ടോ മാഗി. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏകദേശം നമ്മൾ മൂന്നാറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി ആ കാട് ഏരിയയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നപ്പം എനിക്ക് ഒന്നുകൂടെ നല്ല മഴ കൂടി. അപ്പോൾ ഒരു ഈ ടീ പൗഡറിൻ്റെ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവിടെ ഫുഡ് കഴിക്കുന്ന സെക്ഷനിൽ പോയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതും എടുത്ത് കഴിച്ച് പിന്നെ പോണ വഴിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഒന്നുകൂടെ നിർത്തിയിട്ടോ. ഇവിടെ ഇങ്ങനെ ഈ സ്വീറ്റ് കോൺ ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഉപ്പും മുളകൊക്കെ ഇങ്ങനെ വിതറിയിട്ട് ഒരു ഐറ്റം തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം മലപ്പുറം എത്താനായപ്പോഴാണ് നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മന്തി റൈസും അതുപോലെ തന്നെ അൽഫാമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. റൈസ് നല്ല അടിപൊളിയായിരുന്നു, പക്ഷെ അൽഫാം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഒരു എരിവും പുളിയും ഉപ്പൊന്നും ഇല്ലാത്ത പോലെ ഒരു ഫീൽ എനിക്ക് വന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ഒരു 2 ഡേ ട്രിപ്പാണ് കേട്ടോ നമ്മൾ കരുതി പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് പോവാണ് ചെയ്തിട്ടുണ്ടായിന്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.